വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ള വർക്ക് എന്നുള്ളത് ദ യെല്ലോ വാൾപേപ്പർ ബൈ ഷാർലോട്ട് പെർക്കിൻസ് ഗിൽമാൻ എന്ന വർക്കിനെ പറ്റിയിട്ടാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത്. സോ ഈ ഒരു വർക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പറയുന്നുള്ള കാര്യം എന്നുള്ളത് ദ യെല്ലോ വാൾപേപ്പറിൻ്റെ മെയിൻ തീം എന്നുള്ളത് മെൻ്റൽ, ഇമോഷണൽ, ഫിസിക്കൽ ഹാം കോസ്ഡ് ബൈ ദ ലിമിറ്റഡ് റോൾ വുമൺ. ആ ഒരു ലിമിറ്റഡ് റോൾ വുമൺ വർ അലൗഡ് ടു പ്ലേ ഇൻ സൊസൈറ്റി ആൻഡ് ദർ ഓൺ ഫാമിലീസ് ഡ്യൂറിങ് ദി വിക്ടോറിയൻ ഇറ. ഈ ഒരു അൺഎമിനേറ്റഡ് നറേറ്റർ ഇസ് നോട്ട് അലൗഡ് സെൽഫ് എക്സ്പ്രഷൻ, ഓട്ടോണമി ഓർ എ വോയിസ് ഇൻ ഹെർ മാരേജ്. 19th സെഞ്ച്വറിയിൽ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ദെൻ കോൾഡ് നെർവസ് ഡിപ്രഷനൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റ് പറയുന്നുള്ളത് റെസ്റ്റ് ക്യൂർ എന്നാണ് പറയുന്നുള്ളത്. ആ ഒരു റെസ്റ്റ് ക്യൂർ ആർക്കെന്ന് വെച്ചാൽ ഐസൊലേറ്റിംഗ് എ വുമൺ, ഐസൊലേറ്റിംഗ് ആയിട്ടുള്ള ഒരു വുമണിന് വേണ്ടിയിട്ടാണ് ആ ഒരു റെസ്റ്റ് ക്യൂർ പറയുന്നുള്ളത്. ആ ഒരു വുമണോ സൊസൈറ്റിയൽ ഡ്യൂട്ടീസിൽ നിന്നും ഫോഴ്സിങ് ഹെർ ഇൻ ടു ഇനാക്ടിവിറ്റി, ഈ ഒരു ഇനാക്ടിവിറ്റിയിൽ നിന്നൊക്കെയുള്ള ആ ഒരു ഐസൊലേറ്റിംഗ് ആയിട്ടുള്ള വുമണിനെയാണ് ഈ ഒരു റെസ്റ്റ് ക്യൂർ ലഭിക്കുന്നുള്ളത്. ദ യെല്ലോ വാൾപേപ്പർ എന്ന ഈ ഒരു ഷോർട്ട് സ്റ്റോറി മുഴുവനായിട്ടും ഈ ഒരു ഓഥർ പറയുന്നുള്ളത് അവളുടെ ഓൺ എക്സ്പീരിയൻസ് ആണ്. എന്ത് എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ വിത്ത് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ആൻഡ് ദ റെസ്റ്റ് ക്യൂർ ട്രീറ്റ്മെൻറ്റ്. പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ്റെയും റെസ്റ്റ് ക്യൂർ ട്രീറ്റ്മെൻറ്റിൻ്റെയും അവളുടെ ഓൺ എക്സ്പീരിയൻസസ് ആണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ മുഴുവനായിട്ടും എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത് ഈ ഒരു ഓഥർ എന്നുള്ളത്. ഈ ഒരു യെല്ലോ വാൾപേപ്പർ എന്ന ഷോർട്ട് സ്റ്റോറി എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് വുമൺ ആൻഡ് ദ സ്റ്റിഗ്മ സറൗണ്ടിങ് മെൻ്റൽ ഹെൽത്ത്. പക്ഷേ ഈ ഒരു ഓഥറിൻ്റെ ഹസ്ബൻഡ് പറയുന്നുള്ളത് ഒരു അഗ്ലി യെല്ലോ വാൾപേപ്പറുള്ള ഒരു റൂമിൽ സ്റ്റേ ചെയ്യാനാണ് പറയുന്നുള്ളത്. പക്ഷേ നെറേറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് ആ ഒരു യെല്ലോ വാൾപേപ്പറുമായിട്ട് ഒബ്സസ്ഡ് ആണ്. അവൾ വിശ്വസിക്കുന്നുള്ളത് വുമൺ ട്രാപ്പ്ഡ് ബിഹൈൻഡ് ഇറ്റ് എന്നാണ് അവൾ വിശ്വസിക്കുന്നുള്ളത്. ഏർലി റീഡേഴ്സ് ജനറലി ഓവർലുക്ക് ചെയ്യുന്നുള്ളത് സ്റ്റോറീസ് സോഷ്യൽ കമാൻഡറി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓഫ് വുമണിനെ പറ്റിയിട്ടാണ് ഓവർലുക്ക് ചെയ്യുന്നുള്ളത്. എങ്ങനെ ഇരുന്നാലും ഈ ഒരു ഓഥറിൻ്റെ ഡെപ്പിക്ഷൻ പറയുന്നുള്ളത് വുമൺ എന്ത് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് മാഡ്നെസ്സിലേക്കാണ് പോകുന്നുള്ളത് എന്നത് ഒരു ഏർലി എക്സാമ്പിൾ ഓഫ് എംപവേർഡ് ഫീമെയിൽ വോയിസ്. ആ ഒരു എംപവേർഡ് ഫീമെയിൽ വോയിസ് ദാറ്റ് ഗീവ്സ് ടെസ്റ്റിമോണി ടു ദ ഹൊറോസ് ഓഫ് ഫീമെയിൽ കണ്ടീഷൻ. ഫീമെയിൽ കണ്ടീഷൻ്റെ ഹൊറോസിന് ടെസ്റ്റിമോണി നൽകുകയാണ് ആ ഒരു എംപവേർഡ് ഫീമെയിൽ വോയിസ് ചെയ്യുന്നുള്ളത് എന്നതിൻ്റെ എക്സാമ്പിളാണ് ഈ ഒരു വുമൺ പെട്ടെന്ന് മാഡ്നെസ്സിലേക്ക് ഇറങ്ങുന്നുള്ളത് എന്നതാണ് ഓഥർ ഡെപ്പിക്റ്റ് ചെയ്യുന്നുള്ളത്. ട്രീറ്റ്മെൻറ്റ് ഓഫ് മെൻ്റൽ ഇൽനെസ്. ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിലെ സെൻട്രൽ തീം എന്നുള്ളത് മെൻ്റൽ ഇൽനെസ്സാണ്.